ടേബിളിലൊക്കെ ഭംഗിക്ക് വെക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീസ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു കാര്യമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ വളരെ തിന്നായിട്ടുള്ള വയറാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ വളയ്ക്കാനും ഒടിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുക്കാം. വെഡ്ഡിങ് കാർഡോ അതല്ലെങ്കിൽ പഴയ ബുക്കിൻ്റെ ചട്ടയോ എന്തെങ്കിലും എടുത്താൽ മതിയാവും. ഇതിനെ നമ്മളൊരു കോൺ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രീതിയിലാക്കിയതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ ഒന്നുകിൽ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഫെവിക്കോളോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്കിത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യണ കാരണം വേഗം ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ താഴ്ഭാഗം ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ ആ ഒരു കാര്യം ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഒട്ടണ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്താൽ മതിയാവും. ഈ രീതിയിൽ നമ്മൾ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. താഴത്തെ ആ ഒരു വരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇതുപോലെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്ത് പുതിയൊരെണ്ണം അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. മേലെ വരെ നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ട്. അവസാനം വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ഞാൻ ബാംബൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഹൈറ്റിൽ ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കണത്. ഇനി നമുക്ക് പഴയ ഒരു ബോട്ടിലിൻ്റെ അടപ്പും ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്കിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഉള്ളിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതിനായിട്ട് സൂപ്പർ ഗ്ലൂ ഇല്ല, അത് യൂസ് ചെയ്താലും മതിയാവും. ഇതിൻ്റെ താഴെയായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ബോട്ടിലിൻ്റെ അടപ്പിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് നിർത്തുക. ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്രൗൺ കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ ബോട്ടിലിൻ്റെ അടപ്പിലും ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ അവിടെ ഇവിടെയായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിലിനി ഗോൾഡൻ കളർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് തെർമോക്കോളിൻ്റെ പല കളറുള്ള ബോൾസ് വാങ്ങിക്കാൻ കിട്ടും, കുഞ്ഞു കുഞ്ഞു ബോൾസ്. അത് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. ഫാബ്രിക് ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ കാണില്ല, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്കിതിനി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കാം കേട്ടോ. ഇനി അടുത്ത ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഈ ഒരു ഗ്രീൻ കളറിലുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടില്ലേ ഈ രീതിയിൽ സ്റ്റിക്കറാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് ഒട്ടിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഈ ഒരു ഫോം ഷീറ്റിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ വീതി പിന്നെ പറ്റണ അത്രയും മാക്സിമം നീളത്തിലും ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിനി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. മേലെ വരെ മുട്ടണ്ട, ഒരു 1/4 ഭാഗത്തോളം നമ്മളിതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു പേപ്പർ ഞാൻ പറിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കോൺ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ രീതിയിൽ നമ്മൾ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇതാ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് അടുത്ത ഒരു വരി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. മേലെ വരെ നമ്മൾ ഈ രീതിയിൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഒരു കുഞ്ഞ് സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ പേപ്പർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അടുത്ത ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതുപോലെ ബാക്ക് സൈഡിൽ സ്റ്റിക്കറുള്ള ഫോം ഷീറ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചെറിയ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് യൂസ് ചെയ്യണത്. ഈ രീതിയിൽ വെച്ച് ചുറ്റും വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നടുക്കിലേക്ക്
ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഞാനിതിൻ്റെ സ്റ്റിക്കർ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ ഒരു രീതിയിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ഇതുപോലെ ഒട്ടിക്കാൻ പറ്റണ ഫോം ഷീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചേർത്ത് വെച്ച് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ വേറെ ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് നോർമൽ പേപ്പർ യൂസ് ചെയ്തും ചെയ്തെടുക്കാം കേട്ടോ. ഇനി മുമ്പത്തെ പോലെ തന്നെ നമ്മളിവിടെ പേപ്പറിൻ്റെ കോൺ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലെ താഴെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ്. താഴെ ഒരു വരി ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ മേലെ എത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും മേലെ നമ്മൾ എങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഈ രീതിയിൽ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നോക്കാം. രസമല്ലേ കാണാനായിട്ട്? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാൻ പറയുക. അപ്പോൾ ഞാനിപ്പോൾ പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക്